എൻ്റെ പേര് ഐഡ, വരപ്പയിലാണ് വീട്. ഞാൻ 17 വർഷം സൗദി, യമൻ, ദുബായ് അങ്ങനെയൊക്കെ കറങ്ങി നടന്നിട്ട് വന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ ചെന്നതാണ്. ജസ്റ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ തവിടെണ്ണ ഇരിക്കുന്നത്, തവിടെണ്ണ അങ്ങനെ കണ്ടു. ഞാനതെടുത്ത് നോക്കി, എല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇത് തോന്നി. അപ്പോൾ എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗ്യാസ് ഇങ്ങനെ എപ്പോഴും ഡക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ കഴിച്ചാലും അത് മാറില്ല. രാവിലെ പെൻഡാപ്രസോൾ, എനിക്കറിയാം പെൻഡാപ്രസോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലിന് തേയ്മാനമാണ്, സൈഡ് എഫക്റ്റ് അറിയാം. എങ്കിലും അത് കഴിക്കണം, അത് കഴിക്കാതെ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഗാമോ റൈസിനോട് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എന്താ വായിച്ച് നോക്കിയപ്പോൾ ഞാൻ 17 തരം രോഗങ്ങൾക്കുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഞാനൊന്ന് കിട്ടി, ഞാൻ പറഞ്ഞു ഞാൻ ഇത് രണ്ടും എടുക്കുകയുള്ളൂ. ഞാൻ അത് കൊണ്ടുപോയി തവിടെണ്ണയും കുടിച്ചു, ഗാമോ റൈസിനോട് ഞാൻ കഴിച്ചു. അന്ന് തന്നെ എനിക്ക് ആ പ്രശ്നം എൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നത് നെഞ്ചരിച്ചിലാണ്. എപ്പോഴും ഇങ്ങനെ തേട്ടി വരുന്നത്. പുറത്ത് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എന്താ ഈ ബക്കറാന്ന് ചോദിക്കുമായിരുന്നു പേഷ്യൻ്റ് എന്നോട്. അപ്പം അവർ ഈ പശുവാണ്, ഇങ്ങനെ ആടാണ്, ഇങ്ങനെ ഇട്ടുണ്ട് നടക്കുമ്പോൾ എന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നത് അതെൻ്റെ മാറിപ്പോയി. പിന്നെ ഞാൻ ഓരോ സാധനങ്ങളിങ്ങനെ ഓരോ നോക്കി. അപ്പോൾ എനിക്ക് ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ന്യൂട്രിചാർജ് വിമൺ ഫൈബ്രോയിഡ് യൂട്രസിന് നല്ലതാണ്. പിന്നെ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് 50 തരം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് 13 തരം പഴച്ചാറുകളുണ്ട്. നമ്മൾക്ക് ഒരു ദിവസത്തിൽ നമ്മൾ ഒരു വർഗ്ഗങ്ങൾ നമ്മൾ വേണമെങ്കിൽ കഴിക്കും. എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. ചിലവരുടെ ടേബിളിൽ 2-3 പഴങ്ങളുണ്ടാവും. പിന്നെ 13 തരം പഴങ്ങളുണ്ട്, 13 തരം വൈറ്റമിൻസ്, 13 മിനറൽസ് ഉണ്ട്, പിന്നെ 5 ബൊട്ടാണിക്കലുണ്ട്, 5 അമിനോ ആസിഡ് ഉണ്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്തു. പിന്നെ നോക്കിയപ്പോഴേക്കും ഒമേഗ-3, അങ്ങനെ ഓരോന്ന് ന്യൂട്രിചാർജ്. കാരണം ഇതൊക്കെ എടുക്കാൻ ഒന്നുകൂടി വേറൊരു കാരണം കൂടെയാണ് ന്യൂട്രിചാർജ്. നമ്മൾക്ക് PV കൂടുതൽ കിട്ടുന്ന ഐറ്റംസ് ന്യൂട്രിചാർജ്, അത് നമ്മൾക്ക് ആരോഗ്യം തരുന്നത്. നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകരുത്. ഡോക്ടർ രാജൻ്റെ ക്ലാസ് കേട്ടു. ഡോക്ടർ രാജൻ പറയുക മരുന്നില്ലാത്ത ഒരു ലോകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പം ഞാൻ ഓരോന്ന് യൂട്യൂബ് നോക്കി തന്നെയാണ് ഞാൻ ഓരോന്നും പഠിച്ചത്. അങ്ങനെ ഞാൻ തന്നെ എനിക്ക് ഈ 2 മുട്ടുകാലും മാറ്റി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ഹെവി ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 12 മണിക്ക് റൂമിൽ കയറി വരും. അപ്പോഴൊരു ലേബർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോകും. അല്ലെങ്കിൽ ഒട്ടിയിലെ കേസ് ഉണ്ടെന്ന് പറയും, ആക്സിഡൻറ്റ് കേസ് ഉണ്ടെങ്കിൽ എനിക്ക് ഓർത്തോയിൽ പോകണം. ഓർത്തോയിലെ കേസ് ഒട്ടിയിലായിരുന്നു, OT സ്റ്റാഫുമായിരുന്നു. ലേബർ ആൻഡ് ഓർത്തോ വേണം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് കോള് വരുള്ളൂ. കാരണം ഒരു സൂപ്പർവൈസർ കൂടി ആയിരുന്നു ഞാനവിടെ. അപ്പോൾ എന്ത് ക്യാനിലിടാൻ കിട്ടിയില്ലെങ്കിൽ കത്തിട്ടിട്ട് എന്നെ വിളിക്കും. അപ്പം നമ്മളെപ്പോഴും ആക്റ്റീവാണ്. നമുക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല. പല പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയത് ഈ ന്യൂട്രിചാർജ് വിമണിൽ നിന്ന് മാറി, ഗാമോ റൈസിൽ നിന്നും. പിന്നെ BJ ഞാൻ കഴിച്ചപ്പോഴാണ് എൻ്റെ മുട്ടിൻ്റെ പ്രശ്നങ്ങൾ. ഞാൻ 7 എണ്ണം കഴിച്ചു. എനിക്ക് ആദ്യം കസേരയിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ബസ് യാത്ര ഇവിടെ വന്നിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. വയനാട് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഞാൻ സീറ്റിൻ്റെ താഴെ ഇറങ്ങി കാല് നീട്ടി വെച്ച് ഇരുന്ന് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ BJയും ഈ നമ്മുടെ ന്യൂട്രിചാർജ് ഒമേഗ, ന്യൂട്രിചാർജ് വിമൺ, ഗാമോ റൈസിനോൾ, തവിടെണ്ണ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ രാവിലെ തുടങ്ങി ഞാൻ ഇറങ്ങുവാണ്. കാരണം രാവിലെ 2 ബാഗ് ഉണ്ടാകും കയ്യിൽ, ഇന്നും 1 ബാഗേ ഉള്ളൂ. കാരണം ഞാൻ കൊടുത്താണ് പോകുന്നത്. ഞാനിപ്പോൾ ഓരോ സിസ്റ്റേഴ്സിനെ കാണാൻ പോവുകയാണ്. കോൺവെൻറ്റുകളിലാണെങ്കിലും അവിടെ പോയി കണ്ടാലേ നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അവർ ചെയ്യണം. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ട് എനിക്ക് ഒത്തിരി. ഒരു 3 പേഷ്യൻ്റ് ഡ്രസ്സിങ്ങിന് ഞാൻ പോകുന്നുണ്ട്. 1.5 വർഷമായിട്ട് ഉണങ്ങാത്ത മുറിവുകൾ. ഇന്നലെ അയാളുടെ മെസ്സേജ് വന്നു. 2 ദിവസം ഞായറാഴ്ച പോയാണ് ചെയ്തത്. ഞാൻ ഡ്രസ്സിങ് ചെയ്ത് കൊടുത്തു, സപ്ലിമെൻറ്റുകളും നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെയ്യണമെന്ന് അയാൾ തിങ്കളാഴ്ച ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ചെയ്യുക, അത് കുറച്ച് നേരം വെയിൽ കൊള്ളിക്കുക. നല്ല ഒരു കാല് പോളിയോ വന്ന് പോയിരിക്കുന്നതാണ്, ഒരു കാലിന് മുറിവാണ്. പുള്ളി ലിസി ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റ് അടിക്കുന്ന ഒരു വർക്കാണ്, തയ്യലാണ്. ഈ ഒരു കാല് വെച്ചാൽ ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞ് തിങ്കളാഴ്ച ചെയ്ത് ചൊവ്വാഴ്ച, ബുധനാഴ്ച. ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്ന, മാഡം എനിക്ക് വേദനക്ക് ഒത്തിരി കുറവുണ്ട് കേട്ടോ, നീരൊക്കെ പോയിട്ട്. അതും വെറും 2 ദിവസം ഡ്രസ്സിങ് ചെയ്തപ്പോൾ കിട്ടിയൊരു അനുഭവമാണ്. പിന്നെ അയ്യമ്പുള്ളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. 30 വർഷത്തിന് ശേഷം ഞാൻ കണ്ടതാണ്. ഡയബറ്റിക് ഫുഡാണ്. 3 വിരലിൽ ഒരു കാലിനെ മുറിച്ച് കളഞ്ഞു. ആ കാലിന് തന്നെ പഴുപ്പായിരുന്നു. ആ വീട്ടിലോട്ട് ചെന്നുമ്പോൾ പഴുത്ത മണം, ചീഞ്ഞ ഒരു മണമായിരുന്നു കണ്ടത്. ഞാൻ വേഗം തന്നെ നമ്മുടെ സാധനങ്ങളിട്ട് ഞാൻ ഡ്രസ്സ് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രസ്സിങ് ചെയ്ത് സപ്ലിമെൻറ്റുകൾ കൊടുത്തു. പിന്നെ 2-3 ദിവസം അടുപ്പിച്ച് പോയി. അപ്പോൾ ഒരുമാതിരി ഒരിതായി. ഇപ്പോൾ വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിങ്ങിന് പോകും. ഇപ്പോൾ ഒരാഴ്ച അവൾ കാല് സോക്സൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചപ്പോൾ അടുത്ത കാലയിലും പഴുപ്പ് കയറി. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ആ കാല് ഡ്രസ്സിങ് ചെയ്യാൻ നടക്കും. ഇപ്പം ഞാൻ ചെറായി സൈഡിലേക്ക് മാറി.
വാടക വീട്ടിലാണ്. ഇന്ന് എനിക്ക് അവിടെ പോകണം. രാത്രി ചില ദിവസമൊക്കെ ഞാൻ രാവിലെ ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ 11 മണിക്കാണ്. ഞാൻ ഈ 15 ദിവസമായിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ താഴെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ വർക്ക് കൊടുത്ത് അവരെയും കൂടി പൊക്കിക്കൊണ്ടുവന്നല്ലോ. എനിക്ക് മാത്രം പോരല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ നടക്കുന്നത്. പക്ഷെ എല്ലാവർക്കും, കാരണം എൻ്റെ വീട്ടിൽ 1.5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല. മക്കൾ പോലും പറയണം വേണ്ടാന്ന്. എൻ്റെ വീട്ടിലുള്ള മൃഗങ്ങൾ പോലും RCM ആണെന്ന്. അതുപോലും തവിടെണ്ണയൊക്കെ അവർ കഴിച്ചിട്ട് അവർ കുടിച്ചോളും, തന്നെ കുടിച്ചോളും, ഒരു കുഴപ്പമില്ല. മേത്ത് വരട്ടി കുളിപ്പിക്കുന്ന അതാണ്. നമ്മുടെ ഷാമ്പു ആണ്, നമ്മുടെ RCMൻ്റെ ഷാമ്പു ആണ് അവർക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നും പുറത്തൊന്നും ഒരു സാധനങ്ങൾ എൻ്റെ വീട്ടിലെല്ലാം കൂടുതലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. കുറേ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ, അതുകൊണ്ട് കുറേ ഡ്രസ്സുള്ള കാരണം അതൊക്കെ ഇട്ട് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ കുറേയൊക്കെ ഇടും. എങ്കിലും RCMൻ്റെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കും. കൂടുതൽ തന്നെ ഒരു 90% RCM ഉൽപ്പന്നങ്ങളാണ് എൻ്റെ വീട്ടിൽ പാചകത്തിലുള്ളത് മുഴുവൻ RCM ഫുള്ള് വീട്ടിൽ അതാണ്. ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച്, ബാക്കിയെല്ലാം. എൻ്റെ മോൻ പോലും നമ്മുടെ രാജസ്ഥാൻ കമ്പനി കണ്ടപ്പോൾ അവൻ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവന് ഇൻട്രസ്റ്റാണ് മൂത്തതിന്. ഇളയത് കഴിക്കുമെങ്കിൽ പോലും ഇളയത് അത്ര ഇത് വന്നിട്ടില്ല. അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് നമ്മുടെ ഈ സപ്ലിമെൻറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക. ആദ്യം പഠിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. എന്താണ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ റിസൾട്ട് വേണം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഈ പറയണേ. ഇപ്പോൾ എനിക്ക് പെയിൻറ്റിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എനിക്ക് പെയിൻറ്റിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പെയിൻറ്റിനെ കുറിച്ചൊന്ന് പഠിക്കണം. അപ്പം ഞാൻ യൂട്യൂബിൽ കയറി ഞാൻ പഠിക്കണം. കാരണം ന്യൂട്രിചാർജ് വിറ്റാലേ നമുക്ക് രക്ഷയുള്ളല്ലോ. കാരണം ഫസ്റ്റ് ടൈമിൽ നമുക്ക് ബസ് ഫെയർ ആണെങ്കിലും എന്തിനാണെങ്കിലും എവിടെ മീറ്റിങ്ങിന് പോകാനാണ് നമുക്ക് ന്യൂട്രിചാർജ് അതിൽ പൈസ കിട്ടും. പിന്നെ ഇത് 6 മാസം 10,000 PV ചെയ്താലും നമുക്ക് 8ാമത്തെ മാസം നമുക്ക് 8,000 രൂപ അതും കിട്ടും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 6 മാസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത 30,000 രൂപയുടെ സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കിട്ടി. 15,000 രൂപയുടെ ന്യൂട്രിചാർജ് 15,000-ന് മുകളിൽ കിട്ടിയിട്ടുണ്ട് RCM ഉൽപ്പന്നങ്ങൾ. ഞാനപ്പം ഇനി 10,000-ന് മുകളിലുള്ളത് ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്കുണ്ട് സാധനങ്ങൾ. 3 മാസം ഞാൻ ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പേരിൽ ആ വർക്ക് എനിക്കിപ്പോൾ ചെയ്ത് തീർക്കണം ഒറ്റ മാസം കൊണ്ട്. അതിലാണ് എൻ്റെ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഓടണം. 2 ദിവസം ഇന്നൊരു ദിവസം പോയി.